പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കാൻ പോകുന്ന ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജിയാ തിലകാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സർ, അഭിനന്ദനങ്ങൾ സർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അങ്ങേ പുതിയ അടുത്ത ചീഫ് സെക്രട്ടറി ആകാനായി തീരുമാനമെടുത്തത്. നമുക്കറിയാം സാറിന് ഏറെക്കുറെ ഒരു വർഷത്തിലധികം ഈ ഒരു സർവീസ് കാലയളവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയും ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഈ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് നിർണായകമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ സാറിൻ്റെ ഒരു വിഷൻ എന്താണ്? താങ്കൾ പറഞ്ഞ പോലെ ഇനിയുള്ള വർഷം വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ തീരാനുള്ള പ്രോജക്ട്സ് എല്ലാം തീർക്കുന്നതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. വയനാട്ടിലുള്ള ടൗൺഷിപ്പ് തീർക്കണം, നാഷണൽ ഹൈവേയുടെ പ്രോജക്ട്സ് എല്ലാം തീർക്കണം. അതുപോലെ ഈ അതിദാരിദ്ര്യ ആൾക്കാരുടെ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അത് നടപ്പിലാക്കാനുണ്ട്. മാലിന്യമുക്ത കേരളത്തിൻ്റെ ഡിക്ലറേഷൻ നവംബറിൽ നടത്താനുണ്ട്. അപ്പോൾ ഈ പെൻഡിങ് പ്രോജക്ട്സ് എല്ലാം തീർക്കുന്നതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഉറപ്പായും സാർ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന പോസ്റ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് കേന്ദ്രവും കേരളവും തമ്മിലുള്ളൊരു ധനകാര്യ ഒരു മാനേജ്മെൻറ്റ് എത്രത്തോളം എന്നാണ്. കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു പോരാട്ട വഴിയിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായി കേരളം ആരോപിക്കുന്ന രാഷ്ട്രീയ വിവേചനം കേരളത്തോട് കാട്ടുന്നതാണ്. എനിവേ അതെന്തായാലും കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾ പലപ്പോഴും ഗ്രാൻറ്റുകൾ പോലും വിഹിതം വെട്ടിക്കുറയ്ക്കുന്നൊരു നിലപാടെടുക്കുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ഒരു വലിയൊരു വെല്ലുവിളിയായി മാറുമോ? നമ്മൾ കൊടുക്കുന്ന ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവർ പ്രൊജക്ട്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കൊടുത്തിട്ട് അതിൻ്റെ ഫണ്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സാസ്കി പ്രോഗ്രാമിൽ നമുക്ക് ഏകദേശം 3000 കോടി തന്നെ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ പ്രൊജക്ട്സും നമ്മൾ കീനായിട്ട് ഫോളോ അപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട് തന്നെയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. ഏറ്റവും വലിയൊരു അഭിമാനം അതിൻ്റെ ട്രാൻസ്മിഷൻ നിർമ്മാണമൊക്കെ തന്നെയും ടൗൺഷിപ്പ് നിർമ്മാണമൊക്കെ തറക്കല്ലിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സർക്കാർ പറയുന്ന ഒരു കാലയളവിനുള്ളിൽ അത് നടപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാകും. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. എൻ്റെ മറ്റേ ടൗൺഷിപ്പിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ സ്പീഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതെന്തായാലും സമയബന്ധിതമായി തീർക്കും. എന്നാലും ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിനിടയിൽ ഇടയ്ക്കൊരു വലിയൊരു വിവാദങ്ങളുടെ ഇടയിൽ കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ജൂനിയർ IAS ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. വീണ്ടും അങ്ങ് ചീഫ് സെക്രട്ടറി എന്ന പദവിയിലെത്തുമ്പോൾ ഒരു IASകാർക്കിടയിൽ എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന വാർത്ത പിന്നെയും പുറത്തു വരും. ആ രീതിയിലൊരു ഫോക്കസ് മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? ഓക്കെ, എന്തായാലും അഭിനന്ദനങ്ങൾ സാർ. പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതല ഏൽക്കാൻ പോകുന്ന ഡോക്ടർ ജിയാ തിലകൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന വീക്ഷണം, പ്രത്യേകിച്ച് വയനാട് നിർമ്മാണവും ഒപ്പം തന്നെയും സംസ്ഥാനത്തെ സാമ്പത്തിക വികസനവും ഒക്കെ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സുനിലിനൊപ്പം അൻഫിലിറ്റി സുസ.